നമ്മൾ ആടിൻ്റെ ബർഗറാണ്. നല്ല കീമയാക്കിയിട്ട് ബർഗർ ഉണ്ടാക്കാം. നല്ല ഇതിൻ്റെ എല്ലാം ഒഴിവാക്കിയിട്ട് വെട്ടിയെടുക്കാം. ഇങ്ങനെ ഒഴിവാക്കിയിട്ട് നമുക്ക് കീമയാക്കണമെങ്കിൽ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യണം. ഇങ്ങനെ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെറിയ പീസാക്കി വെക്കാം. ചെറിയ പീസാക്കണം, എന്നാലും നമുക്ക് അതിൽ പിന്നെ കീമയാക്കാൻ പറ്റും. ഇറച്ചി ചോപ്പിന് ശേഷം നമ്മൾ എന്താക്കുക, അതിലേക്ക് 1/2 സ്പൂൺ ജീരകപ്പൊടി, 1/2 സ്പൂണ് കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇത് നല്ലോണം മിക്സാക്കുക, നല്ലോണം മിക്സ് ചെയ്യുക. നല്ലോണം മിക്സാക്കിയിട്ട് അതിന് ശേഷം നമ്മൾ എന്താക്കുക, ബന്നിൻ്റെ വലുപ്പത്തിലുള്ള റൗണ്ട് പിടിക്കുക. നോക്കുക, ഇതേപോലെ എന്താക്കുക ചെയ്യുക. എന്നിട്ട് നമുക്ക് എന്താക്കുക, പിന്നെ ബന്നില്ലേ, ബർഗറിൻ്റെ ബന്ന് ചൂടാക്കി എടുക്കുക. ഒരു ചെറിയൊരു ചോപ്പാക്കിയിട്ട് എടുത്തിട്ട് അതിനുശേഷം നമ്മൾ സോസ് തേച്ച് കൊടുക്കുക. സോസ് മയോണീസും മസ്റ്റർഡ് സോസുമാണ് ഞാൻ ഉപയോഗിച്ചത്. അത് മിക്സാക്കിയിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുക. അതിന് മേലെ കസ് വെക്കുക. അമേരിക്കൻ കസ്സാണ് ഉപയോഗിച്ചത്. പിന്നെ അതിനുശേഷം നമ്മൾ എന്താക്കുക, ഇറച്ചി എന്താക്കുക ചൂടാക്കാൻ വെക്കുക. അതേപോലെ നല്ല ചൂടാക്കി എടുത്തിട്ട് നമ്മൾ വേവിക്കലാണ്. ഏകദേശം വേവായാൽ നമ്മൾ എന്താക്കുക, ചീസ് വെച്ച് കൊടുക്കുക. ആദ്യം ബന്നിൻ്റെ മുകളിൽ ഒരു ചീസ് എല്ലാത്തിനും വെക്കുക. പിന്നെ അതിനുശേഷം ഇറച്ചിൻ്റെ മുകളിൽ ചീസ് വെക്കുക. 2 ചീസാണ്, ഒന്ന് ബന്നിൻ്റെ മുകളിൽ ഒന്ന് ഇറച്ചീൻ്റെ മുകളിലും വെക്കണം. പിന്നെ അതിൻ്റെ മേലെ നമ്മളെടുത്ത പിന്നെ ഇറച്ചി അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കും. പിന്നെ അതിൻ്റെ മേലെ കസ്സും സോസും ഇതൊക്കെ ആഡ് ചെയ്യുക. കെച്ചപ്പ് വേണമെങ്കിൽ കെച്ചപ്പ് വെച്ച് കൊടുക്കാം. നമ്മളിവിടെ കെച്ചപ്പ് ഉപയോഗിക്കില്ല. വേണമെങ്കിൽ നമുക്ക് കെച്ചപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. സംഭവം എന്താവും, നല്ല രസമുണ്ടാവും. അതിനുശേഷം പിന്നെ നമ്മളെന്ത് ചെയ്യുക, അത് രണ്ടും കട്ട് ചെയ്തിട്ട് അതിൻ്റെ സ്റ്റിക്ക് കുത്തിയിട്ട് എന്താക്കുക, കട്ട് ചെയ്തിട്ട് 2 പീസാക്കിയിട്ട് ചൂടാക്കുക. ഈ സംഭവം സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ.